നമസ്കാരം. വേലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. ഇപ്പോൾ CS അടുത്ത ജൂൺ 2026 വേണ്ടി എല്ലാ കുട്ടികളും പ്രിപ്പറേഷനൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയമാണെന്ന് എനിക്കറിയാം. ക്ലാസ്സിനൊക്കെ പോയി തുടങ്ങി. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചൊരു സ്റ്റഡി പ്ലാൻ, കുറച്ച് ടിപ്സ് പറയാമോ? പൊതുവേ അറിയാമല്ലോ, ഈ പ്രൊഫഷണൽ കോഴ്സായ ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി, കോസ്റ്റ് അക്കൗണ്ടൻസി പോലത്തെ കോഴ്സുകൾക്ക് ടിപ്സായിട്ടൊന്നും അങ്ങനെ ഒരു റെഡിമെയ്ഡ് ടിപ്സ് പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ചില ഗൈഡൻസ് പറയാം. എൻ്റെ പല വീഡിയോകളിലും അതുണ്ട്, എങ്കിലും എല്ലാം കൂടെ ചേർത്ത് ഒരു സംക്ഷിപ്ത രൂപത്തിൽ പറയാം. കുട്ടികളെ ബേസിക്കലി ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. നിങ്ങൾക്കറിയാം, ഡൽഹി ആസ്പദമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന കോഴ്സാണ് കമ്പനി സെക്രട്ടറി കോഴ്സ്. സെൻട്രൽ ഗവൺമെൻറ് കോഴ്സാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജോലിയെ സാധ്യത ഉള്ളതും ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഏറ്റവും ഒരു കമ്പനിയുടെ ടോപ്പസ്റ്റ് പോസ്റ്റിലെത്താൻ പറ്റുന്ന ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനാണ് കമ്പനി സെക്രട്ടറിഷിപ്പ്. ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ACS ആവുന്നു, അസോസിയേറ്റ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആവുന്നു. 5 വർഷം എക്സ്പീരിയൻസിന് ശേഷം നിങ്ങൾ ഫെല്ലോഷിപ്പ് ആവുന്നു, ഫെല്ലോ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആവുന്നു. ആണല്ലോ ACSഉം FCSഉം. അപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹൈലി പ്രശസ്തനായിട്ടുള്ള ഒരു കോഴ്സാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ടഫ്നെസ് ഈ കോഴ്സിലുണ്ടാകും. അതുകൊണ്ടാണ് പാസ് പെർസെൻറ്റേജിൻ്റെ ഒരു ലിമിറ്റും പുതിയ വരാൻ പോകുന്ന സിലബസും മാർക്ക് ഷെഡ്യൂൾസൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും എൻ്റെ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ ഓരോ ദിവസവും കഴിയും തോറും ഈ കോഴ്സ് കുറച്ചുകൂടി ഫോക്കസ്ഡും കുറച്ചുകൂടി സ്ട്രിക്റ്റും കുറച്ചുകൂടി നമ്പർ ക്വാളിറ്റിയെ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും എന്നാൽ ക്വാണ്ടിറ്റി അത്രത്തോളം കൂടാതിരിക്കുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള എഫേർട്സും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം എങ്ങനെയാണ് അതിൽ ഞാനൊരു എഴുതി വെച്ച് അങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യത്തെ കാര്യം, ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം. അത് കമ്പനിയിലായാലും ടാക്സേഷനായാലും അക്കൗണ്ട്സ് ആയാലും JGL ആയാലും ഫൈനലിൽ ESG ആയാലും ഡ്യൂ ഡിലിജൻസ് ആയാലും ഡ്രാഫ്റ്റിംഗ് ആയാലും ഇലക്ടീവ് പേപ്പേഴ്സ് ആയാലും ഏതായാലും. അപ്പോൾ നമ്മുടെ മദർ ബോർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലാണ്. പ്രൈവറ്റായിട്ട് കിട്ടുന്ന എളുപ്പ ബുക്സ് കമ്പാരിറ്റീവ്ലി ഒരു സപ്പോർട്ടിന് യൂസ് ചെയ്യാമെന്നല്ലാതെ ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്, നമ്മൾ ബേസ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ്. പോയിൻറ്റ് നമ്പർ 1. പോയിൻറ്റ് നമ്പർ 2, ഇൻസ്റ്റിറ്റ്യൂട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയായിട്ട് ഇറക്കുന്ന ചില ടൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗൈഡ് ലൈൻസ് ആൻസർ. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചാപ്റ്റേഴ്സിൽ നിന്നും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗൈഡ് ലൈൻസ് ആൻസർ. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യനെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്കാണത്. അപ്പോൾ അത് നോക്കി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന ഒരു രീതി നിങ്ങൾക്ക് നിലയിൽ മനസ്സിലാക്കാൻ പറ്റും. പല കുട്ടികളും, എൻ്റെ തന്നെ കുട്ടികൾ എനിക്കറിയാം, നല്ല പഠിക്കുന്ന കുട്ടികളാണ്, കഴിവുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എഴുതുമ്പോൾ അത്രത്തോളം മാർക്ക് വരുന്നില്ല. അതിന് കാരണം എഴുതുന്ന പാറ്റേൺ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതുന്നതിനെക്കാട്ടിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു രീതിയിൽ വേണം എഴുതാൻ. അതിന് ഗൈഡ് ലൈൻസ് ആൻസർ വളരെ ഉപയോഗപ്പെടും. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് ഫ്രെയിം വർക്ക് ചെയ്തിരിക്കുന്നത്, പാരഗ്രാഫ് എങ്ങനെയാണ്, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അവസാനിക്കുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ നോക്കാനായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഓരോ ചാപ്റ്റർ പഠിച്ചതിന് ശേഷവും, ഉദാഹരണത്തിന് കമ്പനി ലോ എടുക്കുക, ഇൻകോർപ്പറേഷൻ ബേസിക്സ് ചാപ്റ്റർ അല്ലെങ്കിൽ മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഗൈഡ് ലൈൻസ് ആൻസർ നോക്കിയിട്ട് അത് ബന്ധപ്പെട്ടുള്ള ആൻസേഴ്സ് പഠിക്കുക. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം എന്നുള്ളൊരു രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരുപാട് കുട്ടികൾ ഇത് ചെയ്യുന്നില്ല. കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, കുറേ പഠിക്കുന്നു, പോകുന്നു. അതല്ല, നമ്മൾ പരീക്ഷയിൽ എന്താണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ആൻസർ എഴുതാണ് ചെയ്യുന്നത്. സോ യു മസ്റ്റ് have a skill to understand and read the question, and also you have to gain the skill to present the answer to the particular question. അവിടെയാണ് കാര്യം. കാരണം ആൻസർ ഷീറ്റിൽ എന്ത് എഴുതുന്നോ അതിനെ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ പാറ്റേൺ, ഫോർമാറ്റിംഗ്, ആൻസർ എഴുതുന്ന രീതി, പാരഗ്രാഫ് ഓപ്പൺ ചെയ്യുന്ന രീതി, പാരഗ്രാഫ് തീരുന്ന രീതി, പിന്നെ ചിലർ ചോദിക്കും എത്ര ക്വാണ്ടിറ്റി എഴുതണം, എത്ര പേജ് എഴുതണം. ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ നിങ്ങൾ ഗൈഡ് ലൈൻസ് ആൻസർ നോക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മറക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചാപ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്തോ അല്ലാതെയോ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഓരോ ചാപ്റ്റർ സ്റ്റഡി മെറ്റീരിയൽ പഠിച്ചതിന് ശേഷവും ഗൈഡ് ലൈൻസ് ആൻസറിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിക്കുകയും അത് ആൻസർ എഴുതുന്ന ആ ഒരു രീതി മനസ്സിലാക്കി പോകണം.
മൂന്നാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. ഒരുപാട് കുട്ടികൾ ചെയ്യാത്തൊരു കാര്യമാണിത്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാറ്റേൺ ഫോളോ ചെയ്യും, അല്ലേ, ഒരു ട്രെൻഡ് ഫോളോ ചെയ്യും. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു 4 ചാൻസ്, അതായത് 2 വർഷം 4 ചാൻസിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകും. അതിന് സ്കാനർ എന്നൊക്കെ പറഞ്ഞ് ചില ബുക്സ് കിട്ടും. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻസ് നല്ലതിൽ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ പാറ്റേൺ മനസ്സിലാവും. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് കൂടുതലും ചോദിക്കുന്നത്, അത് മനസ്സിലാവും. അതിനുള്ള ടെംപ്ലേറ്റ് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് പോകണം, ഇത് മറക്കരുത്. നാലാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ്സ് ആണ്. നിങ്ങൾക്കറിയാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു നമ്മളെ കോഴ്സ് കമ്പനിയിലായാലും JGL-ആയാലും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റായാലും പ്രത്യേകിച്ച് ലോ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അമെൻമെൻറ്റ്സ് ഉണ്ട്, ടാക്സിലുണ്ട്. അപ്പോൾ ഈ അമെൻമെൻറ്റ്സ് പൊതുവെ ഇഗ്നോർ ചെയ്തിട്ട് പോകും. അതിനെന്ത് ചെയ്യണം? ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ വെബ്സൈറ്റിൽ ICSE.edu അക്കാഡമിക് പോർട്ടൽ എന്ന് പറയുന്നൊരു ലിങ്കുണ്ട്. ആ ലിങ്കിൻ്റെ അകത്ത് പോയാൽ എല്ലാ പരീക്ഷയ്ക്ക് മുമ്പിലുള്ള അമെൻമെൻറ്റ്സ് PDF ഫയലിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടേക്കും, എല്ലാ പേപ്പറിലെയും. അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അത് ഇപ്പോഴും വേണമെന്നില്ല, പരീക്ഷയോട് അടുത്ത് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് നിങ്ങൾ അമെൻമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഒന്നുകൂടി പറയാം, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ അക്കാഡമിക് പോർട്ടലിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പേപ്പറിലെയും അമെൻമെൻറ്റ്സ് PDF ഫയലായിട്ട് ഇട്ടിട്ടുണ്ടാകും. അത് നോക്കി അപ്ഡേറ്റ് ചെയ്തിട്ട് പോകണം. കാരണം അമെൻമെൻറ്റ്സിന് എന്തായാലും ഫോക്കസ് ചെയ്തുകൊണ്ട് ചോദ്യം, ഇത് അമെൻമെൻ്റ് ആണ് എന്ന് പറഞ്ഞ് ചോദ്യം വരത്തില്ല, പക്ഷേ അതിൻ്റെ ഉൾപ്പൊരുൾ അതായിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾ അപ്ഡേറ്റ് പോകാം. ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിന് പുറമെ വേറെ 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ സെലക്റ്റീവ് സ്റ്റഡി അവോയ്ഡ് ചെയ്യുക. വലിയ വോളിയമാണെന്ന് എനിക്കറിയാം, ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒത്തിരി ലെസൺസ് ഉണ്ട് പഠിക്കാനായിട്ട്. എങ്കിലും പരമാവധി ഒരു ചാപ്റ്ററും പൂർണ്ണമായി വിട്ടിട്ട് പോകരുത്. കഷ്ടമായുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അത്തരം ചാപ്റ്റേഴ്സിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ഏരിയയെങ്കിലും നോക്കിയിട്ട് പോകാം. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്ററും ഒന്നും നോക്കാതെ പോകരുത്. മറിച്ച് എല്ലാ കുട്ടികൾക്കും ഒരു 65-70% പഠിക്കാൻ പറ്റത്തുള്ളൂ, എനിക്കറിയാം. പക്ഷേ ആ വിടുന്ന ചാപ്റ്ററിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ഏരിയയെങ്കിലും, അത് നേരത്തെ പറഞ്ഞല്ലോ, ഗൈഡ് ലൈൻസ് ആൻസറോ സ്കാനറിലൊക്കെ ഉള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരവെങ്കിലും പഠിച്ചിട്ട് പോവുക. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്ക്, അല്ലെങ്കിൽ ഡിസപ്പോയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും നല്ല മാർക്കുണ്ടാവും, യാതൊരു സംശയവുമില്ല. മറക്കരുത്, സ്റ്റഡി മെറ്റീരിയൽ, ഗൈഡ് ലൈൻസ് ആൻസർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അമെൻമെൻറ്റ്സ്, കേട്ടോ. ഇനി പൊതുവേ വിൽസാറിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം? കുട്ടികളത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇതിനൊരു ഫോർമുലയൊന്നും എഴുതി ഒഴിക്കലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ 3/4 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കും. ഒരുപക്ഷെ ഞാൻ 1 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നത് ചില കുട്ടികൾക്ക് 2 മണിക്കൂർ വേണം. അപ്പോൾ അത് ഓരോരുത്തരുടെ സ്കിൽ സെറ്റും പഠിക്കുന്ന ഒരു എൻവിറോൺമെൻറ്റ്, എർഗോണമിക്സ് എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. ചിലർക്ക് ഫോക്കസിങ് ഭയങ്കര കൂടുതലായിരിക്കും, അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിരിക്കും. ചിലർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ചിലർക്കാണെങ്കിൽ ചിലർ പറയും, സാർ എത്ര വായിച്ചിട്ടും മനസ്സിലാവുന്നില്ല, കുറേ സമയം ഞാൻ ചിലവാക്കുന്നു. അത് തെറ്റില്ല. അത് ഓരോരുത്തരുടെ ഒരു സ്കിൽ സെറ്റാണ്. ചിലർക്കത് പെട്ടെന്ന് വഴങ്ങും, ചിലർക്ക് പെട്ടെന്ന് വഴങ്ങത്തില്ല. ഇപ്പോൾ ഞാനൊക്കെ പണ്ട് ഫെമയൊക്കെ പഠിക്കുമ്പോൾ, എക്കണോമിക് ലോയിൽ ഫെമയൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സമയം എടുക്കുമായിരുന്നു. ചില ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ സ്കിൽ സെറ്റാണ്. അതിൽ പ്രോബ്ലം പേപ്പേഴ്സ് വരും, അക്കൗണ്ടൻസി, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇതൊന്നും ചിലർക്ക് പെട്ടെന്ന് വഴങ്ങത്തില്ല. അപ്പോൾ ഇതിനൊരു യൂണിവേഴ്സൽ ഫോർമുലയൊന്നുമില്ല. ഇത്ര മണിക്കൂർ പഠിച്ചാൽ പാസ്സാവാം, ഇത്ര മണിക്കൂർ പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്നൊന്നുമില്ല. എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ, ഇത് വെറും എൻ്റെ ഒപ്പീനിയനാണ്, കമൻസിലൊക്കെ അതിനൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അത് വേറെ കാര്യം. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനുവരിയിലൊക്കെ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇതൊക്കെ എന്ന് വെച്ചാൽ പഠിച്ചു തുടങ്ങുന്ന സമയമാണ്. ഈ സമയത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു 3-4 മണിക്കൂർ പഠിച്ചാൽ മതി ഒരു ദിവസം. അതായത് രാവിലെ 2 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ, അല്ലെങ്കിൽ 1.5 മണിക്കൂർ. അപ്പോൾ ഇപ്പോഴൊക്കെ ഇത്രയും മതി, മനസ്സിലായില്ല? ഒരു 4 മണിക്കൂർ ഒരു ദിവസം. 24 മണിക്കൂറിൽ 20 മണിക്കൂർ വേണ്ട, 4 മണിക്കൂറാണ് ഞാൻ പറയുന്നത്, അല്ലേ? അപ്പോൾ 4 മണിക്കൂർ എന്ന് വെച്ചാൽ അതിനെ ഡിവൈഡ് ചെയ്യണം. 4 മണിക്കൂർ ഒറ്റയടിക്ക് പഠിക്കേണ്ട. 2 മണിക്കൂർ വൈകിട്ടിന് മുമ്പ്, 2 മണിക്കൂർ വൈകിട്ടിന് ശേഷം, 2 മണിക്കൂർ, 4 മണിക്കൂർ. ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷം ആ 4 മണിക്കൂർ 6 മണിക്കൂറാക്കുക, 3 ആക്കുക. പരീക്ഷയോട് അടുക്കുന്ന തലേ മാസം 8 മണിക്കൂറാക്കുക, 4 + 4 ആക്കുക. അപ്പോൾ മനസ്സിലായില്ല? അപ്പോൾ അറൗണ്ട് 3+ ഇപ്പോഴത്തെ ഒരു സമയത്ത് വന്നിട്ട് ഒരു 3 മണിക്കൂർ പഠിക്കുക. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് 4ആയിട്ട് കൂട്ടുക, കുറച്ചുകൂടി കഴിയുമ്പോൾ അത് 6ആയിട്ട് കൂട്ടുക. ഒരു ദിവസത്തെ മണിക്കൂറാണ് ഞാൻ പറയുന്നത്. ഈ 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ, ഈ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ വേണമെന്നില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതിൻ്റെ പകുതിയും, വൈകിട്ടിന് ശേഷം, സന്ധ്യയ്ക്ക് ശേഷം, രാത്രി സമയങ്ങളിൽ എന്ത് ചെയ്യുക, ബാക്കി 3 മണിക്കൂർ, അങ്ങനെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയം, ഇപ്പോഴത്തെ വെച്ചാൽ വളരെ കൂളിംഗ് പീരീഡ് എന്ന് പറയും. അത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ.
ക്ലാസ്സസ് ചാപ്റ്ററിലോ പ്രൈവറ്റായിട്ടോ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് രാവിലെ സെഷനിൽ 2 മണിക്കൂറും വൈകിട്ട് സെഷനിൽ 2 മണിക്കൂറും, ഇപ്പോൾ 4 മണിക്കൂറായി. 2 മാസം കഴിയുമ്പോൾ ആ 4 മണിക്കൂർ എന്ന് പറയുന്നത് അപ്ഗ്രേഡ് ചെയ്യുക, 6 മണിക്കൂറൊക്കെ 3 ആക്കുക. കുറച്ച് കഴിഞ്ഞ് അതിനെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യുക, രാവിലെ 4 വൈകിട്ട് 4 8 മണിക്കൂറാവും. അങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്യണം, നമ്മൾ ഫോക്കസ് ചെയ്യണം. അടുത്തത് റിവിഷൻ. കാരണം നമ്മൾ മെമ്മറിയാണ് ഈ ഒത്തിരി തിയറി ആയിട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഒരു 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 കോഴ്സായിട്ട് തന്നെ മെമ്മറി വേണം. അപ്പോൾ എപ്പോഴും ഒരു 6 ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 6 ലെസൺ കഴിയുമ്പോൾ അതിനെ കുറച്ച് റിവൈസ് ചെയ്യുക. പിന്നെ ഒരു 6 ചാപ്റ്റർ കഴിയുമ്പോൾ റിവൈസ് ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്ത് എൻ്റെ അഭിപ്രായത്തിൽ പരീക്ഷയോടടുക്കുമ്പോൾ, പരീക്ഷ ഇപ്പോൾ ജൂണിലാണ് അടുത്ത എക്സാം, അതിന് മുമ്പ് തന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരു റിവിഷൻ സിലബസ് മൊത്തം റിവൈസ് ചെയ്യാൻ പഠിക്കാം. അവസാനമായിട്ട് ഈ ഐഡിൽ ടൈമുണ്ട്. ഐഡിൽ ടൈം എന്ന് വെച്ചാൽ രാത്രി കാലഘട്ടങ്ങൾ. സാറിന് അറിയാമല്ലോ, നമ്മൾ വീട്ടിലെല്ലാവരും ഒന്ന് ഒതുങ്ങുന്ന സമയമാണ്, ഒരു 9:30-10 മണി അത്താഴമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് ഐഡിലാണ്. നമ്മൾ പൊതുവെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമയം ചിലവാക്കുന്ന സമയം. ആ സമയത്ത് ഈ വെറുതെ ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഐഡിലായിട്ട് പഠിക്കേണ്ട, പക്ഷേ അവിടെ നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം. അതിൽ നമ്മൾ പഠിക്കാത്ത ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാർക്ക് ചെയ്ത് വയ്ക്കാം. അതിൽ പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ട്, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. കേസ് ലോസ് ഉണ്ട്, കേസ് ലോ റെഫർ ചെയ്യാം. അത് പഠിക്കേണ്ട, പക്ഷേ റെഫറൻസ് ചെയ്യാം. ഈ റെഫറൻസ് എല്ലാം റിവിഷനോട് അടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഓർമ്മിക്കുക. ഈ ഏരിയന് ഓപ്പറേഷൻ മിസ്മാനിങ്ങിൻ്റെ ചോദ്യമുണ്ട്, ഈ ഇൻവെസ്റ്റിഗേഷൻ ഈ ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ മെർജറിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ESGയിൽ ബാങ്കിങ് ESG സംഭവം നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം രാത്രി ഇരിക്കുന്ന സമയങ്ങളിൽ റെഫർ ചെയ്ത് സ്കെച്ചൊക്കെ ഇട്ടൊന്ന് വരച്ച് വെച്ചിട്ട് അത് കുറച്ചുകൂടി കഴിയുമ്പോൾ അഡ്വാൻസ്ഡായിട്ട് പഠിക്കുമ്പോൾ അറൗണ്ട് പരീക്ഷയോട് എടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോകുന്നത് നല്ലതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഈ പഠിക്കുന്നതിന് പുറമെ കുറച്ച് റെഫറൻസിന് കുറച്ച് സമയം കൂടെ ചിലവാക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് പാസ്സാവാൻ പറ്റും. എക്സിക്യൂട്ടീവ് ആയാലും കൊള്ളാം, പ്രൊഫഷണൽ ആയാലും കൊള്ളാം, പാസ്സാവാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടും, കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടും. എല്ലാ കുട്ടികളും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അത് നിങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും ഇത് പാടാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ ഒരു പാഷനോടുകൂടി സന്തോഷത്തോടുകൂടി പഠിക്കുക. ഇനി ബിൽ സാറിന് പറയാനുള്ള അവസാനത്തെ ടിപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഉപദേശമൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഉപദേശിക്കുന്ന ആളല്ല. ഒരു ഗൈഡൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കോഴ്സ് പഠിക്കുമ്പം സന്തോഷത്തോടുകൂടി പഠിക്കണം. വളരെ ബുദ്ധിമുട്ടോടെ അയ്യോ ഇത് എങ്ങനെ പഠിക്കും, എന്ത് ചെയ്യും, ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അത് ഒരു കലയും വഴങ്ങത്തില്ല. സംഗീതമായാലും സ്പോർട്സ് ആയാലും പടം വരയ്ക്കുന്നതായാലും ഒരു പാഷനും ഫോട്ടോഗ്രാഫി ആയാലും എല്ലാത്തിനും സന്തോഷം വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, എപ്പോഴും പഠിത്തമാണ്, ഞാൻ കോഴ്സിന് പഠിക്കുന്നു എന്നുള്ള ചിന്ത മാറ്റിയിട്ട് കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണം. സ്പോർട്സ് ഉണ്ടെങ്കിൽ സ്പോർട്സ്, വീടിൻ്റെ അടുത്ത് വല്ല ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോവുക, ഷട്ടിൽ കളിക്കാൻ പോവുക, ക്രിക്കറ്റ് ഉണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോവുക. അതുപോലെ ഫോട്ടോ എടുക്കുന്ന ആളാണ് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. അതുപോലെ ബുക്ക് വായിക്കുന്ന ആളാണെങ്കിൽ കുറേ ബുക്സ് വായിക്കുക. അപ്പോൾ അതിനൊക്കെ സമയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് 3 മണിക്കൂർ, പിന്നെ 4 മണിക്കൂർ, പിന്നെ 6 മണിക്കൂർ, 8 മണിക്കൂർ, ഈ ഒരു ടെംപ്ലേറ്റല്ലേ പറഞ്ഞിട്ടുള്ളൂ. എത്ര മണിക്കൂർ വേറെ ഉണ്ടല്ലേ. അപ്പോൾ ഫ്രണ്ട് സർക്കിൾ, റെസിഡൻസ് അസോസിയേഷനിലെ ഗെയിംസ്, ഡാൻസ് ഉണ്ടെങ്കിൽ ഡാൻസ്, മ്യൂസിക് പഠിക്കുന്നവർ മ്യൂസിക്, പിയാനോ പഠിക്കുന്നത് പിയാനോ പഠിക്കുക, വയലിൻ പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇതിൻ്റെ കൂടെ ചെയ്യുക. അല്ലാതെ പഠിത്തം മാത്രമാണ് CS ജോയിൻ ചെയ്തു ഞാൻ ഇത് മാത്രം പഠിക്കും ഇത് മാത്രം എന്നുള്ള തോന്നൽ മാറ്റിവെക്കുക. ഇന്നിപ്പോൾ ഒരുപാട് AI ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ കുറേ സമയം ChatGPT അങ്ങനെ കുറേ സമയം ചിലവാക്കുക. അപ്പോൾ എപ്പോഴും ഒരു മിക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മൊണോട്ടമസ് ആകും. മനസ്സിലായി, നമ്മൾ മടുത്തു. അതുകൊണ്ട് പിന്നെ സിനിമ കാണുക, വീക്ക്ലി വൺസ് ഒരു ഫാമിലിയോട്ടോ ഫ്രണ്ട്സോട്ടോ ഒരു സിനിമയ്ക്ക് പോവുക. അതുപോലെ തന്നെ എന്താണ് ഞാൻ പറയുക, എന്തെങ്കിലും ഒരു കലാവാസന, മ്യൂസിക്കിലോ ആർട്ടിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ എന്തെങ്കിലുമൊക്കെ ഒരു നമുക്കൊരു ഒരു ഒരു സൈഡായിട്ട് നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന ഒരു സംഭവം കൂടെ ചെയ്യുക. അത് എൻജോയ് ചെയ്ത് അതും എൻജോയ് ചെയ്യുക, അതിൻ്റെ ഇടയിൽ പഠിത്തവും. അല്ലാതെ നമ്മൾ പഠിത്തം മാത്രമാണെന്ന രീതിയിൽ പോയിന്നുണ്ടെങ്കിൽ മുരടിച്ച് പോകും. അത് നല്ല രീതിയിൽ, കാരണം അറിയാമല്ലോ നമ്മളൊരു സീസണൽ കോഴ്സാണ്. ഒരു കഴിഞ്ഞു എക്സാം കഴിഞ്ഞു, പിന്നെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മളൊരു ഒരു ഒരു ഇപ്പോൾ സിനിമകൾ കാണുക, OTTയിൽ ഒത്തിരി നല്ല ക്ലാസിക് സിനിമാസ് ഉണ്ട്, അത് കാണുക. അത് ഈ പറഞ്ഞ പോലെ ഒരു ഷെഡ്യൂൾഡായിട്ട് ആഴ്ചയിൽ 2 സിനിമ, അതുപോലെ സ്പോർട്സിന് വേണ്ടി ഒരു ദിവസം, അതുപോലെ പുറത്തിറങ്ങുക, പറഞ്ഞല്ലോ ബീച്ചിലോ മ്യൂസിയത്തിലോ ഇതൊക്കെ ഒന്ന് പോവുക. ഇതൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ലൈഫ് കുറച്ചുകൂടി എൻജോയ് ചെയ്ത്, അപ്പോൾ ഇതിനൊരു എൻജോയ് ചെയ്ത് പഠിക്കണം, പാഷനോടുകൂടി പഠിക്കുക. അത് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൈഫ് കുറച്ചുകൂടി എന്താവും, ഹാപ്പി ആവും. ഹാപ്പിനെസ് ഉള്ള മൈൻഡിൽ മാത്രമേ ഇത്തരം കോഴ്സുകൾ വഴങ്ങത്തുള്ളൂ. അല്ലാതെ ഇത് മാത്രം മുരടിച്ച് പഠിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തരം നമ്മൾ പറയുന്നൊരു ഭാഷയാണ് മൊണോട്ടമസ് ആയിപ്പോൾ നമ്മളൊരുമാതിരി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഫ്രണ്ട് സർക്കിൾ വേണം, ഇപ്പോൾ സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യാം, TV കാണാം. അവിടെ TV ഒക്കെ കാണാൻ കിട്ടും. TVയിലൊക്കെ ഒരുപാട് ബിസിനസ് ചാനലൊന്നും കാണുന്നില്ലെങ്കിൽ ഒരു ദിവസം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ന്യൂസൊക്കെ കേൾക്കാം.
അതുപോലെ തന്നെ പാട്ട് തീർച്ചയായിട്ടും പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല നല്ല മ്യൂസിക് നിങ്ങൾക്ക് വഴങ്ങുന്ന ഫിലിം മ്യൂസിക് ആയാലും കൊള്ളാം, ക്ലാസിക്കലായാലും കൊള്ളാം, ഏതെങ്കിലുമൊക്കെ മ്യൂസിക്കൊക്കെ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു അപ്രോച്ച് ചെയ്തു നോക്കൂ. നേരത്തെ പറഞ്ഞ ടിപ്സൊന്നും ഞാൻ പറയുന്നില്ല, ഗൈഡൻസും ഇതെല്ലാം കൂടെ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് സന്തോഷമായിട്ട് CS പഠിച്ചു. തുറന്നു പറയാം, ഞാനൊക്കെ വളരെ സന്തോഷമായിട്ടാണ് CS പഠിച്ചത്. ഹാപ്പി ആയിട്ട്, പാഷനായിട്ട്. ജയിച്ചതുപോലും അറിഞ്ഞില്ല. താനേ ജയിക്കുന്നു ഇങ്ങനെ പോകും. ഇടയ്ക്ക് ഫെയിലൂർ വരും. ഓക്കെ, നമുക്ക് തെറ്റുകൾ മനസ്സിലായി, ഇതാണ് കുഴപ്പം, ഇവിടെ നല്ല പ്രിപ്പയർ ചെയ്യില്ല, ടാക്സിന് പ്രിപ്പയർ ചെയ്തില്ല, അപ്പോൾ കുറച്ച് പ്രിപ്പയർ ചെയ്യണം, ഇതെല്ലാം നോക്കണം. പിന്നെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്, മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും. അപ്പോൾ ആരോഗ്യം നന്നായിരിക്കണം. കുറച്ച് രാവിലെ നേരത്തെ കഴിക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു നാപ്പിങ്, കുറച്ച് ഉച്ചയ്ക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കണേ കുറച്ച് റെസ്റ്റ് എടുക്കുക, ശരീരം നോക്കുക. പരമാവധി തണുപ്പ് കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി അവോയ്ഡ് ചെയ്യുക. ഇല്ലേ, നമുക്ക് പഠിക്കാൻ ആരോഗ്യം വേണം. പനി, ജലദോഷം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പരമാവധി. തലവേദന വരും എന്ന് പറഞ്ഞ ചിലർക്ക് കയറുന്നുണ്ട്, അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ സന്തോഷമായിട്ട് ഈ കോഴ്സ് പഠിച്ച് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉൾക്കൊള്ളണം. അതിനെ റൈറ്റ് സ്പിരിറ്റിൽ ഉൾക്കൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ കുറച്ചുകൂടിയും നല്ല കാര്യം. വീട്ടുകാരോട്ടൊക്കെ സമയം ചിലവാക്കുക. ചില കുട്ടികൾ ഈ റൂം അടച്ചിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. എൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലെത്തിയ കിച്ചണിൽ അമ്മയെ സഹായിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഹോമിലെ കാര്യങ്ങളൊക്കെ, വീട് വൃത്തിയാക്കുന്നതും അല്ലേ, ഗാർഡനൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളത് പറയാം. വെള്ളം നനയ്ക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഹ്യൂമൻ ബീങ് വേണം. നല്ലൊരു ഹ്യൂമൻ ബീങ് ആണെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ പറ്റൂ. ഇതൊരു ദൈവികമായൊരു കോഴ്സാണ്. നമുക്ക് അനുഗ്രഹം വേണം. അപ്പോൾ അമ്പലങ്ങളിൽ പോകാം, പള്ളിയിൽ പോകാം, ഇല്ല ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയും. എൻ്റെ ഈ വാക്ക് കേട്ടോ, CS പഠിക്കുക എന്നുള്ളതൊരു ഹാപ്പിനെസ്റ്റ് പ്രോജക്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചാൽ, എന്തൂസിയാസ്റ്റുമായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. കുറച്ചുകൂടി മാർക്ക് കിട്ടും, സന്തോഷമായിട്ടിരിക്കും. നമ്മൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിലും നല്ലൊരു മനസ്സിൽ മാത്രമേ വിദ്യ എന്ന് പറയുന്ന എന്താണ് ഭാഗ്യം, ആ വിദ്യ എന്ന് പറയുന്ന കഴിവ് വന്നു ചേരത്തുള്ളൂ. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടൂ, ഞാൻ മറുപടി തരാം. എല്ലാവർക്കും ഈ വരുന്ന ജൂണിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും വലിയ സാറിന് അനുഗ്രഹങ്ങൾ. എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ നമ്മളുണ്ടാവും. താങ്ക് യു.